നമസ്കാരം. മനുഷ്യരെപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗവും നരകവും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ. ചിലരൊക്കെ മരണത്തിൻ്റെ വക്കോളം എത്തിയിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ, ചിലരൊക്കെയെങ്കിലും മരണത്തിൻ്റെ വക്കോളം എത്തിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം തങ്ങൾ സ്വർഗം കണ്ടുവെന്നും നരകം കണ്ടുവെന്നുമൊക്കെ പല അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. ഇത് യാഥാർത്ഥ്യം തന്നെയാണോ അതോ അവരുടെ ഒരു ഹലൂസിനേഷനാണോ അതോ അത് തോന്നലാണോ എന്ന് ഇനിയും നമുക്ക് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല ആളുകളും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വിവരിക്കുന്നുമുണ്ട്. ഇതിലേറ്റവും ഒടുവിലത്തേതാണ് അമേരിക്കയിലെ യോഗ പ്രേമാനന്ദ എന്ന സ്ത്രീ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. വർഷങ്ങൾക്ക് മുമ്പ് അവർ ലോസ് ആഞ്ചലസിൽ നിന്ന് ലാസ് വേഗാസിലെ അവരുടെ സുഹൃത്തിനെ കാണാൻ വേണ്ടി കാറിൽ ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. അല്പം മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് താൻ ഈ കാറിൽ യാത്ര ആരംഭിച്ചത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത ലഹരിയിൽ വല്ലാത്ത സന്തോഷമൊക്കെ തനിക്ക് അനുഭവപ്പെട്ടിരുന്നു എന്നും പെട്ടെന്നാണ് തൻ്റെ ശ്രദ്ധ മാറി വാഹനം ഒരു അപകടത്തിൽപ്പെട്ടത് എന്നുമാണ് അവർ പറയുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ കാല് ചതഞ്ഞറിഞ്ഞതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് യോഗ പ്രേമാനന്ദ പറയുന്നത്. പക്ഷേ നിമിഷങ്ങൾക്കകം താൻ മറ്റേതോ ലോകത്തെത്തിയതായി അവർക്ക് തോന്നി. അതെവിടെയായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അത് നരകവാതിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെ കണ്ട ദൃശ്യങ്ങളൊക്കെ തന്നെ അതിഭീകരമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ചില മനുഷ്യരെ കറങ്ങുന്ന ചിതകളിൽ ജീവനോട് നിർത്തി കത്തിക്കുന്നതൊക്കെ താൻ കണ്ടു എന്നും അവർ സഹായത്തിനായി കൈനീട്ടി നിലവിളിക്കുന്നത് കണ്ടു എന്നുമൊക്കെയാണ് യോഗ പ്രേമാനന്ദ പറയുന്നത്. തുടർന്ന് തന്നെ മറ്റൊരാളുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് എന്തോ കണക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. യോഗ പ്രേമാനന്ദ ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ആർച്ച് ഏഞ്ചൽ റാഫേൽ ആയിരുന്നു അത് എന്നാണ്. ഈ ആർച്ച് ഏഞ്ചൽ റാഫേലാണ് അത്രേ ഭൂമിയിലെ മനുഷ്യരുടെ പ്രവൃത്തിയൊക്കെ അനുസരിച്ച് അവരെപ്പോഴും മരിക്കണമെന്നും അതല്ലെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് അയക്കണമോ നരകത്തിലേക്ക് അയക്കണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ആർച്ച് ഏഞ്ചൽ റാഫേലാണ് എന്നാണ് യോഗ പ്രേമാനന്ദ പറയുന്നത്. ഏതായാലും തനിക്കൊപ്പം പല ആത്മാക്കളും അവിടെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് താൻ എത്തിച്ചേർന്നത് സ്വർഗ കവാടത്തിനരികിലായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. കാരണം അവിടെ കുറച്ചുകൂടെ സമാധാനം അനുഭവപ്പെട്ടിരുന്നു. നേരത്തെ താൻ കണ്ട ഭീകര ദൃശ്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നാണ്. തുടർന്ന് ആർച്ച് ഏഞ്ചൽ റാഫേൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷം ആൾ മാറിപ്പോയതാണ്, അതല്ലെങ്കിൽ ഇവർക്ക് സമയം അടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് തിരികെ തന്നെ അയക്കുകയായിരുന്നു എന്നുമാണ് യോഗ പ്രേമാനന്ദ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ താൻ വാഹനത്തിനുള്ളിലേക്ക് തന്നെ എത്തുകയായിരുന്നുവെന്നും സൂക്ഷിച്ച് നോക്കുമ്പോൾ വാഹനത്തിന് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല എന്നും അങ്ങനെ ഭയന്നുപോയ താൻ വാഹനം ഓടിച്ച് തിരികെ വീട്ടിലേക്ക് പോയി എന്നുമൊക്കെയാണ് ഇവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ദിവസങ്ങളോളം തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ചികിത്സകളിലൊക്കെ ഏർപ്പെട്ടിരുന്നു എങ്കിലും പിന്നീട് ഇതുമായി തനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞു എന്നും താൻ എത്തിച്ചേർന്നത് നരകത്തിലായിരുന്നു ആദ്യമെന്നും പിന്നീടാണ് സ്വർഗ്ഗകവാടം കണ്ടത് എന്നുമൊക്കെയാണ് ഇവർ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുകയില്ല. കാരണം ഇവർ ഈ കാറിലെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു ഇൻടോക്സിക്കേഷനിൽ അതിൻ്റെ ആ ലഹരിയിലോ മറ്റോ ആയിരിക്കുമോ ഇവർ ഇത്തരം ദൃശ്യങ്ങൾ കണ്ടതും സ്വർഗവും നരകവും ഒക്കെ വേർതിരിച്ച് കണ്ടതുമെന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. അതല്ലായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഒരുപക്ഷെ ഇവർ കണ്ടത് സ്വർഗവും നരകവും ഒക്കെ തന്നെയാണ് എന്ന്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത്തരം ഹലൂസിനേഷനുകൾ എപ്പോഴും സംഭവിക്കാറുള്ളതാണെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.